ഫ്രണ്ട്സ്, ഞാൻ കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കുകയാണ്. ആദ്യമായിട്ട് ഞാനിതിൽ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കടുകും വറ്റൽമുളകും കൂടിയിട്ട് ആദ്യം നമുക്ക് കടുക് വറുത്തെടുക്കാം. കടുക് വറുത്തിട്ട് ഞാൻ അതിൽ പാത്രത്തിലെടുത്ത് അതിൽ തന്നെ മാറ്റി വയ്ക്കും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ നമുക്ക് ഈ അച്ചാർ ഇട്ടിട്ട് ലാസ്റ്റിലിത് ഈ കടുക് വറുത്തത് അച്ചാറിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. കടുക് കുറച്ചില്ലേ ഏറെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അച്ചാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ചൂട് ഒരുപാട് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അല്ലെങ്കിൽ സ്റ്റവ് അങ്ങ് ഓഫാക്കി ഓണാക്കി കേട്ടോ. കുറച്ച് കറിവേപ്പില ഇടാൻ പോവാണ്. കറിവേപ്പില നന്നായിട്ട് കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റും നല്ല മണമൊക്കെ ആയിരിക്കും. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഈ ചീനച്ചട്ടിക്ക് ഭയങ്കര ചൂടാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഓഫ് ചെയ്യുന്നു. അപ്പോൾ കടുകും വറ്റൽമുളകും പിന്നെ നമ്മുടെ കറിവേപ്പില നന്നായിട്ട് വഴറ്റിയിട്ട് ഞാനത് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ കോരിയെടുത്ത് നമുക്കടുത്ത് ചെയ്യേണ്ടത്, ഞാനൊരു പാത്രത്തിൽ കുറച്ച് കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. കുറച്ച് കായപ്പൊടി, കാശ്മീരി ചില്ലി, ഉപ്പ്, പിന്നെ കുറച്ച് ഉലുവപ്പൊടി, കായപ്പൊടി കുറച്ചുകൂടി ഇടാം. കായപ്പൊടി നന്നായിട്ട് ചേർക്കണം. നന്നായിട്ട് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇട്ടിട്ടുണ്ട്. ഇനിയും കുറച്ച് വെള്ളം ഇങ്ങനെ തളിക്കണം. വെള്ളം തളിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ പിന്നെ പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം നന്നായിട്ട് ഇട്ട് ഇത് നിന്ന് നനയ്ക്കണം. നനച്ച് കഴിഞ്ഞാൽ ആ പൊടി കരിയാതിരിക്കത്തുള്ളൂ. അങ്ങനെ നന്നായിട്ടൊന്ന് വെള്ളം നനച്ചിട്ട് പിന്നെ നമുക്ക് ഇനി അടുത്തത് വീണ്ടും ഒഴിച്ചു. നല്ലെണ്ണയ്ക്കകത്താണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കി വെക്കേണ്ടത്. അപ്പം അച്ചാർ കേട് വരില്ല. നമ്മൾ ഇനി സ്റ്റൗ ഈ വെള്ളം നനച്ച കാശ്മീരി ചില്ലി, ഉലുവപ്പൊടി, കായപ്പൊടി, ഉപ്പുപൊടി എല്ലാം കൂടി നമ്മളെന്ത് ചെയ്യും, ഇതിനകത്ത് ഈ നല്ലെണ്ണയ്ക്കകത്ത് എന്നിട്ട് വഴറ്റണം. നന്നായിട്ട് അതിൻ്റെ ആ പച്ച മണമൊക്കെ നന്നായിട്ട് മാറി വരണേ. നന്നായിട്ട് മാറി വരണം. നന്നായിട്ട് വഴറ്റണം.
ഈ പാത്രത്തിൽ ഇരിക്കുന്ന ആ കാശ്മീരി ചില്ലി ഞാനിങ്ങനെ എൻ്റെ കൈ വെച്ച് തന്നിട്ടിങ്ങനെ വടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ വടിച്ചിങ്ങെടുക്കും. ഇനി നമുക്ക് ഇത് നന്നായിട്ട് വഴറ്റണം. ഈ പൊടി നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് വഴറ്റി എടുക്കണം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. എന്നാലല്ല ചാറായിട്ട് കിട്ടത്തുള്ളൂ. കുറച്ച് ചാറായിട്ട് കിട്ടും അതിൻ്റെ അതിൻ്റെ ഒരു ടേസ്റ്റ്. ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് പിന്നെ അതൊന്നുകൂടൊന്ന് തിളച്ച് വരണം. നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഈ വഴക്ക് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അടുത്ത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സ്റ്റവ് ഓഫാക്കുകയാണ്. സ്റ്റവ് ഞാൻ ഓഫാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഈ മാങ്ങ ഇതിനകത്തേക്ക് ഇടും. ഇത്രയേ ഉള്ളൂ ഡിയേഴ്സ്. കടുമാങ്ങ അച്ചാർ ഇത്രയേ ഉള്ളൂ. അച്ചാർ റെഡി കേട്ടോ. നല്ല സ്വാദിഷ്ടമായ കടുമാങ്ങ അച്ചാർ റെഡി. എൻ്റെ അമ്മ എന്നെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ ഇട്ടിരുന്ന അച്ചാറിൻ്റെ അതേ രൂപത്തിൽ ഞാൻ ഉണ്ടാക്കിയ അച്ചാറാണ് ഡിയേഴ്സ്. എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റിൽ കടുക് വറുത്ത കടുവും പിന്നെ മുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഇതിൻ്റെ പുറത്തേക്ക് ഇടണം. എന്നിട്ട് നമ്മൾ അച്ചാർ റെഡിയാക്കി. അപ്പോൾ സ്വാദിഷ്ടമായ കടുമാങ്ങ അച്ചാർ റെഡി. ഞാൻ ഉണ്ടാക്കിയ കടുമാങ്ങ അച്ചാർ കണ്ടോ? Thank you.